എക്സ്പ്രഷനൊരു ഇച്ചിരി കൂടെ പവർ ആവായിരുന്നു. നമ്മളെ കാലിക്കറ്റ് ടൗണിൽ കിട്ടുന്നതിനെക്കാട്ടും കൂടുതലൊരു സാധനം ഇവിടെ കിട്ടും. മറ്റൊന്നല്ല, പന്നിയിറച്ചി. നല്ല അടിപൊളി പന്നിയിറച്ചി. ഒരിക്കലും നമ്പർ പ്ലേറ്റ് ഭയങ്കരമായിട്ട് ഇളകുന്നുണ്ട്. ഈ വണ്ടി ഓടിക്കുമ്പം ഗട്ടറൊക്കെ ചാടുന്ന സമയത്ത് നല്ല സൗണ്ടാണ്. അപ്പോൾ അതൊരു ഡിസ്കംഫർട്ട്. അതങ്ങനെയൊന്ന് റെഡി ആക്കണം. നമ്പർ പ്ലേറ്റിന് ഒരു ഫ്രെയിം അടിച്ചാലോ എന്ന് ആലോചിക്കാം. എന്താ തീരുമാനം മക്കളെ? ഒന്ന് കമൻ്റ് ഇടും. ഇന്ന് അധികം ആൾക്കാരും പള്ളിയിലൊക്കെ ആയിരിക്കും. അവിടെ അധികം തിരക്കുണ്ടാവില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. കഥയും പറഞ്ഞ് കിണ്ണാരും പറഞ്ഞ് 5.6 kilometers മോർ ടു ഗോ, 11 മിനിറ്റ്. ഗൂഗിൾ ആൻറ്റി പറഞ്ഞാൽ പിന്നെ അതിനൊരു മറുവാക്കില്ല, അത് വേറെ കാര്യം. ഗൂഗിൾ ആൻറ്റി വഴി തെറ്റിച്ചാൽ മാത്രം പിന്നെ നമ്മൾ നാട്ടുകാരുടെ അടുത്തൊക്കെ ചോദിച്ച് പോകേണ്ടി വരും. അനിനെ ആൻഡോ അവർ രണ്ടാളും കാനഡയിലാണ്. ഇതാ മക്കളെ നിങ്ങളെ സ്ഥലം. ലൊക്കേഷനിലോട്ട് അടുത്തടുത്ത് വരുമ്പോൾ കാഴ്ചകൾ മാറി മാറി വരുന്നുണ്ട്, റോഡുകളും മാറി മാറി വരുന്നുണ്ട്, അത് വേറെ കാര്യം. അവിടെ ഇങ്ങനെയൊക്കെ വെള്ളം ഉണ്ടായിരുന്നു. ഇവിടെ വെള്ളം വറ്റിടാ, കുറേ വെള്ളം ഉണ്ടായിരുന്നു. വെള്ളം വറ്റി സ്ഥിതിക്ക് അങ്ങോട്ട് വണ്ടി ഇറക്കിയാലോ? വേണ്ട, വിളിച്ച ഒരാൾ പോലും വരാനുണ്ടാവില്ല. ഇപ്പം എല്ലാവരും പള്ളിയിലായിരിക്കും. ഒന്നൊച്ച വെച്ചാൽ അയ്യോ, ഈ സമയത്തൊക്കെ ഒരു വണ്ടിയേട്ടം വന്നിട്ട് ഒരൊറ്റ കുട്ടീനെ ഒന്നും ഇവിടെ കാണുന്നില്ല. സമയം 8:45 നമ്മൾ നോർമലി വരുന്ന വഴി എസ്റ്റേറ്റ് മുക്ക് ആ വഴിയാണ്. ആ വഴി തന്നെ എസ്റ്റേറ്റ് മുക്ക്. ഓക്കെ, ആ വഴിയാണ് വരാറ്. അതാണ് ഈ ടൈം ഞാൻ ഇതുവരെ വന്നിട്ടില്ല, ഫസ്റ്റ് ടൈമാണ് വരുന്നത്. ആക്ച്വലി ഈ റോഡ് നൈസ് ആട്ടോ. ഈ വഴി കുറച്ചും കൂടെ കാണാനുണ്ട്, ആ വഴിയും കാണാനുണ്ട്, അങ്ങനെയല്ല. പിന്നെ ഞാൻ ഫസ്റ്റ് ടൈം വരുന്നതുകൊണ്ട് എനിക്ക് തോന്നുന്നതായിരിക്കാം. പക്ഷേ നമുക്ക് തിരിച്ച് പോകണ വഴി ഫോട്ടോസ് എടുക്കാം കേട്ടോ. ഞാൻ നോർമലി അങ്ങനെ ചെയ്യാറ്. പോകുന്ന വഴി, ലൊക്കേഷനിലോട്ട് പോകണ വഴി പിക്സ് എടുക്കാറില്ല. ഒക്കെ നോക്കി വെക്കും സ്ഥലമൊക്കെ, എന്നിട്ട് തിരിച്ച് പോകണ വഴി പിക്ക് എടുക്കും. കാരണം തിരിച്ചു പോകുമ്പോൾ നമുക്ക് മെല്ലെ എത്തിയാൽ പോരെ. പോകുന്ന സമയത്താണല്ലോ ടൈം മുഖ്യം. എന്നിട്ട് അവസാനം 8:45. ഇത് വീടാണോ? ആ വീടാ. പിന്നെ പോകുന്ന വഴി അടുത്തൊരു പാലം. ഇതൊരു നൈസ് സ്പോട്ട് കേട്ടോ. കണ്ടിട്ട് നല്ല വൃത്തിയുള്ള വെള്ളം പോലെ ഉണ്ട്. പഠിച്ചോന്നറിയാം. മഴയത്ത് നല്ല രസം അവിടെ കാണാൻ. ഫുള്ള് നനഞ്ഞ് ആ ഒരു വൈബ്. നമ്മൾ സ്ഥലത്തെത്തിയിട്ടുണ്ട്. അധികം ആരെയും കാണുന്നില്ല കേട്ടോ ഇവിടെ. കാര്യത്തുംപാറ പുതിയ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ വന്നിട്ടുണ്ട്. ആർക്കും അറിയില്ലെങ്കിൽ അത് പറഞ്ഞുതരാം. ഞാനിപ്പോൾ അത് അറിഞ്ഞ കേട്ടോ. ഉള്ളത് പറയാലോ. ലൈക്ക് നോർമലി നമ്മൾ കയറുന്ന വഴിയൊക്കെ അടച്ച്. ചേട്ടാ പാസ് ഇവിടെയാണോ? എത്ര? ഒരാൾ. ക്യാഷ് മാത്രമേ ഉള്ളൂ. അടിപൊളി. മുമ്പിൽ തിരിഞ്ഞ് അവിടെ ഇപ്പോൾ കംപ്ലീറ്റ്ലി ടിക്കറ്റൊക്കെ വെച്ച് 30 രൂപ ടിക്കറ്റിന് ഒരാൾക്ക് എൻട്രി. അങ്ങനെയാണ് റേറ്റ് വരുന്നത്. കയ്യിൽ ക്യാഷ് വേണം, ഇല്ലെങ്കിൽ മൂഞ്ചും. നമുക്ക് ആക്ച്വലി വ്യൂ പോയിന്റിലിരിക്കണം എന്നൊന്നുമില്ല. നമുക്ക് ഇവിടെ ഇരുന്നാലും ചായ പിടിക്കാമല്ലോ അല്ലേ? നോക്കട്ടെ, കുറച്ചുകൂടെ അങ്ങോട്ട് പോയി നോക്കട്ടെ, വേറെ എവിടെയെങ്കിലും ഇരിക്കാൻ പറ്റിയ സ്ഥലം ഉണ്ടോയെന്ന്. കരിയത്തുംപാറ എങ്ങനെ ആക്കി? പക്ഷേ എൻ്റെ പൊന്നു മോനെ, അത് ഭയങ്കര അബദ്ധമായി പോയിട്ടോ. ഉള്ളത് പറയാലോ, നമുക്ക് ആ ഒരു ഫ്രീഡം അങ്ങ് പോയി. എല്ലായിടത്തും ഇതുപോലെ ഇങ്ങനെ റൂൾസ് കൊണ്ടുവരുമല്ലേ ഇവർ. ഇവിടെ എങ്ങനെ ഇരുന്നാലോ? ഇവിടെ നൈസായിട്ട് ചാർത്താം, എന്താ പറയുന്നു. അപ്പോൾ എന്തായാലും ചായയും ഗ്ലാസ് കൊടുക്കാം. ഞാൻ മറ്റേ മരത്തിൻ്റെ അടിയിലേക്ക് ഇരുന്ന് ചായ അടിക്കാമെന്ന് വിചാരിച്ചായിരുന്നു. എന്തായാലും കുഴപ്പമില്ല. വണ്ടി ഈസ് ലുക്കിംഗ് ഗുഡ്. പെട്ടെന്ന് എത്തിട്ടോ. ഞാൻ പെട്ടെന്ന് എത്തില്ല പ്രാവശ്യം. റോഡ് ഈസ് ലുക്കിംഗ് ഗുഡ് ആൻഡ് ദ വ്യൂ ഈസ് ലുക്കിംഗ് ഗുഡ്. ബട്ട് സൂര്യൻ ഈസ് ഉമ്പിപ്പിക്കൽ. 30 ഉറുപ്പ്യ ക്യാഷ് വേണം, ഗൂഗിൾ പേ ഇല്ല, മറക്കരുത്. ഊമ്പി തിരിഞ്ഞു പോകും. അപ്പോൾ എനിവേ ഞാൻ നമ്മളെ ചായ വയ്ക്കട്ടെ. യു ഗൈസ് എൻജോയ് ദ വ്യൂ. അപ്പം നൈസായിട്ട് നമ്മുടെ ചായ വേലേൻ്റെ കടക് ചായ അടിച്ചിട്ട്
നൈസ് വെയിലുള്ളതുകൊണ്ട് നൈസായിട്ട് ഇവിടെ നിന്ന് തെറിക്കുകയാണ്. എന്തായാലും ഒരു ഗ്ലാസ് ചായയുടെ ഫ്ലാസ്കിൽ ബാക്കിയുണ്ട്. അപ്പം പോകുന്ന വഴി ഏതെങ്കിലും ഒരു സ്പോട്ട് കാണുകയാണെങ്കിൽ അവിടെയും നമുക്കൊരു ടീ അടിക്കാം. ഇവിടുന്ന് നമുക്ക് എന്തായാലും തെറിക്കാം. മാപ്പ് ഇട്ടാട്ടെ, അറിയാമെന്ന് വിചാരിച്ച് വണ്ടി ഓടിച്ച് കഴിയുമ്പോൾ ആയിരിക്കും വഴിയേറ്റുക.